അപ്പൊ ബനി ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ പള്ളിയിൽ ഒരു വന്നു ശാചകനായിട്ട്. അയാളെ ആരും മെയിൻറ്റെയിൻ ചെയ്തില്ല. അയാൾ മരിച്ചു. അവര് പരിപാലനം നടത്തി, നിസ്കരിച്ചു, കഫൻ ചെയ്തു. അങ്ങനെ അവരെല്ലാവരും പള്ളിക്ക് തിരിച്ചു വന്നു നോക്കുമ്പോ ഒരു കഫംപുട മിഹ്റാബിൽ കണ്ടു എന്നല്ലേ. എന്താണ് ആ കഫംപുടയിലുള്ളത്? അതാണ് ചർച്ച. ഇതൻ മക്തൂബുൻ അലൈഹി. അപ്പൊ നോക്കുമ്പോ ആ കഫംപുടയുടെ മേലിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. എന്ത്? ഹാദൽ കഫനു മർദൂദുൻ അലൈക്കും വറബ്ബു സാഖിത്തുൻ അലൈക്കും എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ഈ കഫംപുട നിങ്ങളെ മേലിൽ മടക്കപ്പെടുന്നതാണ്. റബ്ബ് നിങ്ങളെ മേലിൽ കോപിക്കുന്നവനാണ്. നിങ്ങളുടെ മുന്നിൽ യാചിച്ച ഒരാൾ വന്നു, നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തില്ല. ഇപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാനുണ്ട്. അതുപോലെ നിങ്ങൾ റബ്ബിനെ മാനിച്ചില്ല, ചോദ്യകർത്താവിന് മെയിൻറ്റെയിൻ ചെയ്തില്ല. അതിന്റെ പേരിലുള്ള ശിക്ഷയും കോപവും നിങ്ങൾക്ക് റബ്ബ് തന്നിട്ടുണ്ട് എന്നാ പറഞ്ഞത്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാഠം എന്താ നമ്മൾ നൽകുന്നത്? ഒരു ചോദിച്ച് യാചകൻ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ മെയിൻറ്റെയിൻ ചെയ്യണം. അയാൾക്ക് എന്തെങ്കിലും കൊടുത്ത് സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കണം. ഇപ്പൊ കാരണം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാൻ പറയുന്നു, ഭൂമി ലോകത്ത് അള്ളാഹ്ക്ക് കോപമുള്ള ആളുകള് സുആറുൽ മസാജിദി, പള്ളികളിലുള്ള ചോദിക്കുന്ന ആളുകളാ. പള്ളികളാണെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്താ അങ്ങനെ? ഐലി കൗനിയും അവര് യസ്അലൂനന്നാസ, ജനങ്ങളോട് അവർ ചോദിക്കും. ഫീ ബൈത്തിഹി, അല്ലാഹു തആലാന്റെ വീട്ടിൽ വെച്ച് ചോദിക്കും. അപ്പൊ എന്താകും? അങ്ങനെ ചോദിക്കുമ്പോ ഗയ്യറഹു സുബ്ഹാനഹു വതആല, അപ്പൊ അല്ലാഹു തആല അതിനെന്താക്കുന്നറിയാമോ? മാറ്റും. ജനങ്ങളോട് ചോദിച്ച് പള്ളികൾ നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അല്ലാഹു തആല അവനോടെന്താണ്? അതിന് മാറ്റം വരുത്തും. അങ്ങനെ യതസബ്ബബൂന ഫീ മഖ്തിഹിം, അവരുടെ ദേഷ്യത്തിൽ അവർ കാരണക്കാരാവും. എന്ത്? ബി അദ്മി ഇതായിഹിം മാ സഅലു മിൻഹും, അവരിന്ന് ആർക്ക് ചോദിച്ചു വന്നപ്പോ അവർക്കൊന്നും കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാതിരിക്കൽ കൊണ്ട് അവരെന്തായി? ദേഷ്യത്തിന് കാരണക്കാരായി മാറിയെന്ന. അപ്പൊ കണ്ടത് അള്ളാന്റെ പള്ളിയിൽ ഒന്ന് ചോദിച്ചുമ്പോ ആ ചോദിക്കുന്ന ആൾക്ക് കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ പള്ളിയിൽ വെച്ച് ചോദിച്ചപ്പോ അത് കൊടുക്കാത്തതിന്റെ കാരണമായി അവർ ദേഷ്യത്തിലായിന്ന. അള്ളാഹ്ക്കോട് ദേഷ്യാണ് എന്നാ. പോലെ വെറുതെ വിടരുത് എന്നവ പറഞ്ഞതിന്റെ അർത്ഥം. വഖദ് ഖീല ലിൽ ഹസനിൽ ബസരി റഹിമഹുല്ലാഹു തആല, ഹസൻ ബസരി തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി, പറയപ്പെടുകയുണ്ടായി, ഇന്നൽ ഫുഖറാഅ വൽ മസാകീൻ ഖദ് കസുറു വഹും യസ്അലൂന ഫമൻ നുഅതി മിൻഹും. സാധുക്കള്, മിസ്കീന്മാര് ഒരുപാടുണ്ട്. ഓലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവരൊന്നും ഞങ്ങൾ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. ആർക്ക് കൊടുക്കും? കാല, അതിന്റെ മറുപടി ഹസൻ ബസരി തങ്ങൾ പറഞ്ഞത്, ഉഅ്തു മൻ വജത്തും ഫീ ഖുലൂബിക്കും റഅഫത്തൻ ലഹു, അവര് നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടാണ് അലിവ്, ആ അലിവുള്ളവർക്ക് കൊടുത്തോളി. അത്രയും പറയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും കൊടുക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുത്തോളി. വകാന അബുൽ അസ്വദ് ദുഇലി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ലോ അദഅന സുആല ഫീ അംവാലിന, ഞങ്ങളുടെ സമ്പത്തുകളിൽ ചോദിക്കുന്നതിനോട് ഞങ്ങൾ എന്താണ് അനുസരിക്കുകയാണെങ്കിൽ, കുന്ന അസ്വ അഹലം മിൻഹും, ചോദിച്ചു വരുന്ന ആളുകളെക്കാൾ മോശക്കാരായിരിക്കും ഞങ്ങള് എന്ന. അങ്ങനെ ആയിരിക്കും. ഞങ്ങളെ സമ്പത്തുകൾ ചോദിച്ചിരുന്ന ആൾക്കാർക്ക് കൊടുക്കൊക്കെ കൊടുത്താലേ ഓലക്കായി മോശക്കാരായിട്ട് ഞങ്ങൾ നിൽക്കണത് എന്നാണ്. അത്രത്തോളം എന്താണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നല്ലേ എന്റെ അർത്ഥം. കൊൽത്തു, അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഷഹറാനിമാൻ പറയുന്നു, വയമ്പയിൽ മുതസദ്ദിഖി, ധർമ്മം ചെയ്യുന്നവർക്ക് അത്യാവശ്യമാണ്, ഐ യബ്ഖിയലി നഫ്സി വൽ ഇയാലി ഷൈഅൻ എന്നാണ് പറഞ്ഞത്. തന്റെ കുട്ടികൾക്കും തന്റെ കുടുംബങ്ങൾക്കും സ്വന്തം നഫ്സിനും ആവശ്യമായതാണ് വെക്കണം. വലാ യതസദ്ദഖു ഇല്ലാ ബിമാ ഫളല അൻ ഹാജതിഹിം, അവരുടെയൊക്കെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുണ്ട്, അതുകൊണ്ട് മാത്രം ധർമ്മം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ല ഒന്നാര് വാരിക്കോരി കൊടുക്കണം എന്നല്ല പറഞ്ഞത് എന്ന്.
വഖദ് ദഖല സാലിം ബിൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അൽ ഹറമ യൗമൻ. ഒരിക്കൽ ഹറമില് കടന്നു വന്നു ആര്? സാലിം എന്നവര്. അങ്ങനെ ഹിഷാം ബിൻ അബ്ദുൽ മലിക്. അപ്പൊ സാലിം എന്നവര് ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിനെ ഹറമിൽ വെച്ച് കാണുകയാണ്. ഫഖാലഹു, അങ്ങനെ വന്നപ്പോൾ സാലിം എന്നവര് ആരോട് പറയാണ്? സാലിം എന്നവരോട് ഹിഷാം പറഞ്ഞു, സൽനി ഹാജത്തക്ക യാ സാലിം. സാലിമേ, താങ്കൾക്ക് വല്ല ആവശ്യമുണ്ടോ ചോദിച്ചോ എന്ന് പറഞ്ഞു. കാരണം ഹിഷാം എന്താണ്? ഭരണാധിപനാണ്. വഖാല, അപ്പൊ സാലിം എന്നവര് പറയാ, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, ഇന്നി അസ്തഗി അൻ നസ്അല ഫി ബൈത്തില്ലാഹി അഹദൻ ഗൈറഹു തആല. അല്ലാഹു തആലാനോടല്ലാതെ അള്ളാന്റെ വീട്ടിൽ വെച്ച് മറ്റൊരാൾ ചോദിക്കാൻ ഞാൻ ലജ്ജിക്കുകയാണ്. അങ്ങനെയാണ്. അപ്പൊ അള്ളാഹിനോട് വീട്ടിൽ വെച്ച് അള്ളാഹ് ചോദിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളൂ. ഹറം അള്ളാഹിന്റെ വീടല്ലേ. അപ്പൊ ഇവിടെ വെച്ച് അള്ളാഹിനോടല്ലാതെ മറ്റൊരാളോട് ചോദിക്കാൻ എനിക്ക് നാണമാണ് എന്ന്. ഇത് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞത് പിന്നെ ഇബാറ് തെറ്റാന്ന് മനസ്സിലായി. എന്താ പറഞ്ഞത് നേരത്തെ? അള്ളാഹു തആലാന്റെ അള്ളാഹു ഭൂമി ലോകത്ത് പള്ളിയിൽ വെച്ച് ചോദിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ അലി കൗനിഹി യസ്അലൂന നാസ ഫീ ബൈതി ഗൈറഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയാണ്. അള്ളാഹിന്റെ വീട്ടിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരോടാണ് ജനങ്ങളോട് ഇങ്ങനെ ചോദിക്കും, അള്ളാഹ് ഒഴികെ. അപ്പൊ അള്ളാഹ് ചോദിക്കണില്ല, അള്ളാഹിന്റെ വീട്ടിൽ വെച്ച് ജനങ്ങൾ ചോദിച്ചു നടക്കുകയാണ്. എന്താണ് ഞാൻ വൈറഹു എന്ന് വായിച്ചത് തെറ്റാട്ടോ. വൈറഹു സുബ്ഹാനഹു വ തആല എന്നാ. അപ്പൊ അള്ളാഹു തആലാന്റെ വീട്ടിൽ ജനങ്ങളോട് ചോദിക്കുന്നു, അള്ളാഹിനെ ഒഴിവാക്കിയിട്ട്. അപ്പൊ അള്ളാഹ്ക്ക് ദേഷ്യമാണ്. ചോദിക്കേണ്ടത് അള്ളാഹിനോടല്ലേ. അത് സാലിം എന്നവർ പറഞ്ഞപ്പോൾ അപ്പൊ അതിശയം ഓടിയത്. ഹസനുൽ ബസരി മഹാനായിരുന്നു. ഇദാ ജാഉ സായിറുൻ യുഅതി, ആരെങ്കിലും മഹാനടുത്ത് ചോദിച്ചു വന്നാൽ മഹാൻ കൊടുക്കും, വെറുതെ വിടൂല. സുമ്മ യഖൂലു, എന്നിട്ട് മഹാൻ പറയും, അല്ലാഹുമ്മ ഇന്ന ഹാദാ യസ്അലുൽ ഖുത്ത്, നിശ്ചയമായിട്ടും പടച്ചോനെ ഇതാ ഇവൻ ഞങ്ങളോട് ഭക്ഷണം ചോദിക്കുന്നു. വ നഹ്നു നസ്അലുക അൽ ഗുഫ്റാന, ഇദ്ദേഹത്തിന് വിഷപ്പടക്കാൻ ചോദിക്കുക. ഞങ്ങൾ നിന്നോട് പടച്ചവനെ പൊറുക്കലിനെ തേടുന്നു. വ അൻത ബിൽ മഗ്ഫിറത്തി, നീ മഗ്ഫിറത്ത് കൊണ്ട് അജ്വദു മിന്നാ ബിൽ അതിയത്തി, ചോദിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കല് കൊണ്ട് ഞങ്ങളെക്കാൾ ഏറ്റവും ധർമ്മം ചെയ്ത് മഗ്ഫിറത്ത് കൊണ്ട് നീ ആ തമ്പുരാനെ മഗ്ഫിറത്ത് തരണേന്ന തേടി. കണ്ടോ? അപ്പൊ കൊടുക്കുന്നു, അതിനാൽ പാപമോചനം തേടുന്നു. അതാണ് വേണ്ടത്. അപ്പൊ കൊടുത്താൽ അതിന് പാപമോചനം കിട്ടുന്നല്ലേ. വഖദ് ദഖല സായിറുൻ യൗമൻ അലാ മഅറൂബുൽ ഖർഹി, മഅറൂബുൽ ഖർഹിയുടെ അടുക്കൽ ഒരു ദിവസം ഒരു ചോദ്യകർത്താവ് കടന്നു വരുന്നു. ഫലം യറ ഇൻദഹു മാ യുഅതിഹി ഗൈറ നഅലിഹി, മഹാനവറുകൾ മഅറൂബുൽ ഖർഹി കണ്ടത് ഒന്നും കൊടുക്കാൻ അവിടെ അല്ല. മഹാൻ ധരിക്കുന്ന ചെരുപ്പല്ലാതെ മറ്റൊന്നും കാണാനല്ല ചോദിച്ചാൽ കൊടുക്കാൻ. അപ്പൊ ആയത്താവ് വെറും കൈയോടെ മടക്കി വിടാനും പാടില്ല. അപ്പൊ എന്ത് കാണിച്ചു? ആ ചെരുപ്പ് എടുത്തിട്ട് അയാൾക്ക് വെറുതെ കൊണ്ടുപോയിക്കോളി, ഇതിപ്പോ എന്റെ കയ്യിലുള്ളത് നടന്നു. സുമ്മ ബലാ മഅറൂഫൻ ബഅദ ദാലിക, ഈ സംഭവത്തിന് ശേഷം പിന്നെ മഅറൂഫിന് വിവരം കിട്ടി. എന്താ മഹാന് കിട്ടിയതല്ലോ? അന്നഹു ബഅൻ നഅല, അയാൾ ചെരുപ്പ് വിറ്റിക്കണ്. വസ്തറാബി സമനിഹ, ചെരുപ്പ് വിറ്റിട്ട് കിട്ടിയ പണം കൊണ്ട് ആള് വാങ്ങി. ഫാക്കിഹത്തൻ, പഴം വാങ്ങിയിട്ടുണ്ട് എന്നൊരു വിവരം കിട്ടി. ഫഖാല മഅറൂഫുൻ, അപ്പോൾ മഅറൂഫുൽ ഖർഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ് ലഅല്ലഹു കാന യസ്തഖിൽ ഫാക്കിഹ, അദ്ദേഹത്തിന് ആശ പഴമായിരിക്കാം അല്ലേ. ഫവാസൈനാബി സമനിഹ, അപ്പൊ നമ്മൾക്ക് പഴം കൊടുക്കാനൊന്നുമില്ലല്ലോ, ചെരുപ്പ് കൊടുത്തു. ആ ചെരുപ്പിന്റെ വില കൊണ്ട് നമ്മൾ എന്തായി? അദ്ദേഹത്തിന് സഹായം ചെയ്തില്ലേ, പഴം വാങ്ങാനുള്ള പൈസ കിട്ടിയാലോ എന്ന്. ഇങ്ങനെ അള്ളാഹിനെ സ്തുതിച്ച് പറഞ്ഞു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അടുത്ത ആരെയിലൊക്കെ വരികയാണെങ്കിൽ ഉള്ളത് കൊടുക്കുക. ഒരാൾ വിറ്റുകൾ തിന്നോട്ടെ. ഫസജറഹു, അല്ല കാല, മകൻ പറയുന്നു, സാലിമുൻ, എന്താണ്? സാലിം ബിൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, സാലിം എന്നവർ കണ്ടു, റജുലൻ, ഒരാളെ കണ്ടു. യസ്അലു യൗമ അറഫ, അറഫ ദിനത്തിൽ അയാൾ ചോദിക്കുകയാണ്. അറഫയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയല്ലേ, ആ സമയത്ത് ഇയാൾ ചോദിക്കുകയാണ്. ഈ ചോദിക്കുന്നത് കണ്ടപ്പോ ഫസജറഹു,
ഇന്ന് അറഫന്റെ ദിനല്ലേ, ഇവിടെ എല്ലാരും ഒരുമിച്ചു, ജന്തു പണിച്ചിരിക്കും തടഞ്ഞു. അപ്പൊ കാല എന്നിട്ട് സാലിം എന്നൊരു പറയാ, അമാ തസ്തഗി മിനല്ലാഹി തആല തസ്അല ഗൈറു ഫി മിസ്രി ഹാദൽ മൗത്തിനി വ മിസ്രി ഹാദൽ യൗം. ഇന്നത്തെ ദിനം എന്താ? അറഫാ ദിനല്ലേ. ഈ അറഫാ ദിനത്തിൽ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് അള്ളാഹിനോടല്ലാതെ മറ്റാർക്ക് ചോദിക്കാൻ നാണമില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണോ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ചോദിക്കാൻ ഒരു സമയമുണ്ട്. ചോദിക്കുമ്പോ പുണ്യദിനങ്ങളിലും പുണ്യസ്ഥലങ്ങൾ അള്ളാഹ് ചോദിച്ചാൽ നോക്കുക, അവിടെ യാചിക്കാൻ നടക്കണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഫഅലം ദാലിക യാഖി, ഈ കാര്യങ്ങളൊക്കെ എന്റെ സഹോദര നീ അറിയണം. ഫത്തിഷ് നഫ്സക, നിന്റെ മനസ്സൊന്ന് പരിശോധിച്ചു നോക്ക. ഫീമ അഅ്തൈതുൽ ഫുഖറാഇ ഫി സമനിൽ മുതഖദ്ദിം, മുൻകാലങ്ങളിൽ സാധുക്കൾക്ക് നീ കൊടുത്ത കാര്യത്തെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്ക. ഫറുബ്ബമ മനൻത ബിഹി വലോ ഫീ നഫ്സിക, വല്ലപ്പോഴും നീ കൊടുത്തിട്ട് അങ്ങനെ ആ കൊടുക്കൽ കൊണ്ട് നീ വല്ലപ്പോഴും എടുത്തു പറഞ്ഞിട്ടുണ്ടോ, ഗുണം ചെയ്തിട്ടുണ്ടോ? നിന്റെ മനസ്സിലെങ്ങാനും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നോക്ക്. അങ്ങനെ നീ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശി പറഞ്ഞാൽ ഫഹബത അജ്റുക, നിന്റെ കൂലി പോയിട്ടോ. ഓറുബമ നഹർത്തൽ മിസ്കീന, ചോദിച്ചു വന്ന മിസ്കീനെ വല്ലപ്പോലും തടഞ്ഞു ഒഴിവാക്കിയിട്ടോ. നമക്കാനമാ നഹർത്തഹു, നീ തടഞ്ഞു വെച്ചാ ഒന്ന് അർജഹ, അതാ മുൻതൂക്കാകുക. മിമ്മ അഴ്ത്തയ്യാഹു മിന്നൈസൽ, അതാ പ്രയാസപ്പെടുത്തി എന്നതിലൂടെ നീ അദ്ദേഹത്തിന് കൊടുത്തത് എന്താണോ അതിനേക്കാൾ മുൻതൂക്കം നീ തടഞ്ഞു വെച്ചതാട്ടോ, മനസ്സിലാക്കിക്കോ എന്നായി. ഫഹദർ ദാലിക, ഇതൊക്കെ സൂക്ഷിച്ചോ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പാഠം ഉൾക്കൊള്ളുക, ചിന്തിക്കുക.